അപ്പോൾ തുടങ്ങിയാലോ? ബംഗാളി ബംഗാളി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് പിന്നെ മലയാളികളോട് ബംഗാളി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് മോശപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും കാണാൻ കഴിയുന്ന ആൾക്കാരാണ് ബംഗാളികൾ. അത് പിന്നെ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്ത് ഹിന്ദി പറയുന്ന ഏത് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ജോലി ചെയ്യാൻ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ മുഴുവൻ നമ്മൾ ബംഗാളികളെന്നാണ് വിളിക്കുന്നത്. അതിപ്പം ഉത്തർപ്രദേശുകാരനായാലും മഹാരാഷ്ട്രക്കാരനായാലും ഗുജറാത്തുകാരനായാലും മധ്യപ്രദേശുകാരനായാലും ബീഹാറി ആയാലും നമുക്ക് ബംഗാളിയാണ്. അതിപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നത് ആകണമെന്ന് തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബംഗാളി എന്ന് പറയുന്ന ഒരു പ്രയോഗം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. അവിടെയാണ് ശരിക്കുള്ള ബംഗ്ലാദേശികൾ ജോലി ചെയ്യുന്നത്. ഒരുപാട് ബംഗ്ലാദേശികൾ ജോലി ചെയ്യുന്നുണ്ട്. അവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ ഈ ബംഗ്ലാദേശികളെ ബംഗാളി ബംഗാളി എന്നാണ് വിളിക്കുക. ആ ബംഗാളി വിളി മലയാളി നാട്ടിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിലേക്ക് തൊഴിലെടുക്കാൻ വരുന്ന മുഴുവൻ അന്യ സംസ്ഥാനത്തുള്ള തൊഴിലാളികളെയും ബംഗാളി എന്ന് വിളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ ഒരു ഫാക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നും ബംഗാളികളല്ല. കേരളത്തിൽ തൊഴിലെടുക്കുന്ന ഇവർ മുഴുവൻ ബംഗാളികളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളിയും സമ്മതിക്കൂല എന്നും കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും ബംഗാളികളെ കുറിച്ചാണ്, എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശികളെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1971 ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ അളവെന്ന് പറയുന്നത്, ദരിദ്രരുടെ അളവെന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ 80%. അതിലുപരി ഈ യുദ്ധങ്ങളും ആ യുദ്ധങ്ങളെ തുടർന്നുണ്ടായ യാതനകളും ഒക്കെ ആയിട്ട് ആ രാജ്യത്തിൽ നിന്ന് 10 ലക്ഷത്തോളം ബംഗ്ലാദേശികൾ നാടുവിട്ട് അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. ഇതുകൂടാതെ യുദ്ധവും തുടർന്നുണ്ടായ പ്രതിസന്ധികളും കാരണം 6 ലക്ഷത്തോളം ബംഗ്ലാദേശികൾ മരണമടയുകയും ചെയ്തു. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ കാലഘട്ടത്തുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ബംഗ്ലാദേശിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശികൾ. ഒരൊറ്റ പ്രകൃതി ദുരന്തത്തിൽ മാത്രം 3 ലക്ഷം പേരൊക്കെ മരിച്ചുപോയ ചരിത്ര പിന്നാമ്പുറം ബംഗ്ലാദേശിനുണ്ട്. ഇന്ന് ആ ബംഗ്ലാദേശ് അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബംഗ്ലാദേശിനെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ വളരെ വലിയ ഒരു ശക്തിയായ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളൊന്നും നോക്കേണ്ട അവസ്ഥയില്ല. പിന്നെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുല്ല് വിലയുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലേക്ക് കണ്ണ് തുറന്ന് നോക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് സത്യം. പഴയ ബംഗ്ലാദേശ് അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ദാരിദ്ര്യ രേഖ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ അളവ്, പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത് 12% താഴെയാണ്. ഇന്ന് ബംഗ്ലാദേശ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ്. ലോകത്തിലെ അതിവേഗം വളരുന്ന ഏറ്റവും വലിയ 37 രാജ്യങ്ങളുടെ സാമ്പത്തിക ശക്തികളിൽ 37ാമത്തെ സ്ഥാനം ബംഗ്ലാദേശിനാണ് ഉള്ളത്. ഞെട്ടിയോ? ഞെട്ടണം. കാരണം ബംഗ്ലാദേശിൽ ഈ 50 വർഷം കൊണ്ട് ബംഗ്ലാദേശ് നേടിയെടുത്തത്, ബംഗ്ലാദേശ് ഇന്ന് എത്തിച്ചേർന്നത് ഒരുപാട് കഷ്ടപ്പാടും അതോടൊപ്പം തന്നെ വളരെ കൃത്യതയോടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതികളിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ 3 ഘട്ടങ്ങളായിട്ടാണ്, 3 തലങ്ങളിലൂടെയാണ് ബംഗ്ലാദേശ് ഇന്ന് കാണുന്ന സാമ്പത്തിക ശക്തിയായി വളർച്ച പ്രാപിച്ചത്. ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നാടുവിട്ട് ജോലി തേടിപ്പോയ ബംഗ്ലാദേശി യുവാക്കളാണ്. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ അധ്വാനിച്ച് നാട്ടിലേക്ക് പണം അയക്കുന്ന ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളുണ്ട്. അവർ ഗൾഫിലെത്തിയാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് പേര് ഗൾഫിൽ ജോലി ചെയ്യുന്നവർ ഇത് കാണുന്നുണ്ടാകും. നിങ്ങൾക്കറിയാം, ബംഗ്ലാദേശികൾ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ജോലിയും ചെയ്യും, ഏത് വിധത്തിലും അവർ അധ്വാനിച്ച് കാശുണ്ടാക്കും. അതുപോലെ തന്നെ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശിലെ ഭൂരിഭാഗം കാശും അവരുടെ നാട്ടിലേക്ക് അയക്കുകയും ചെയ്യും. അവരുടെ സാമ്പത്തിക രംഗത്തെ, ആ നാട്ടിലെ ദാരിദ്ര്യത്തെ ഒക്കെ കവച്ചു വെക്കാനായി നടത്തുന്ന കഠിനാധ്വാനം, അധ്വാനം ശരിക്കും ഫലം ചെയ്തു എന്നുള്ളതാണ് ബംഗ്ലാദേശിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടം സൂചിപ്പിക്കുന്നത്. 2021 ബംഗ്ലാദേശിൻ്റെ GDPയിൽ 6.6% സംഭാവന ചെയ്തിരിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികളുടെ റെമിറ്റൻസ് ആണ്, നാട്ടിലേക്ക് അയച്ചിരിക്കുന്ന കാശാണ്. ആ കാശെന്ന് പറയുന്നത്
13 ബില്യൺ US ഡോളേഴ്സാണ്. അതൊരു ചെറിയ എമൗണ്ട് അല്ല. കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്കിയാൽ ആ എമൗണ്ട് ഇന്ത്യൻ രൂപയിൽ ഒന്ന് ഗുണിച്ച് വായിച്ചെടുക്കാൻ തന്നെ ശകല സമയമെടുക്കും. അത്രയും കാശാണ് 2021 മാത്രം ബംഗ്ലാദേശികൾ അധ്വാനിച്ച് അവരുടെ നാട്ടിലേക്ക് അയച്ചത്. ഇത്തരത്തിൽ വന്നുകൊണ്ടിരുന്ന കാശാണ് അവരുടെ ആദ്യത്തെ അടിസ്ഥാനം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വളർച്ചയുടെ അടിത്തറയിട്ടത്. ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുത്തത് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടിപ്പോയ യുവാക്കളായിരുന്നുവെങ്കിൽ ആ അടിത്തറയ്ക്ക് മുകളിൽ ഇഷ്ടികകൾ വെച്ച് കെട്ടി അതിനെ ഭദ്രമാക്കിയത് ആ നാട്ടിലെ സ്ത്രീകളായിരുന്നു. 1983 മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ തലയിൽ ഉദിച്ച ഒരാശയവുമായി ആ പെണ്ണുങ്ങൾക്കിടയിലേക്ക്, ആ സ്ത്രീകൾക്കിടയിലേക്ക് കടന്നു വന്നു. ഗ്രാമീൺ മോഡൽ എന്ന് പറയുന്ന പുതിയൊരാശയമുണ്ടാക്കി അയാൾ ഒരു ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ചു. ആ ഗ്രാമീൺ ബാങ്കിലൂടെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന പുതിയൊരാശയം അയാൾ അവതരിപ്പിച്ചു. അയാൾ ആദ്യമായി ഒരു ഗ്രാമത്തിലെ 42 കുടുംബങ്ങളിലെ സ്ത്രീകളെ തിരഞ്ഞെടുത്ത് അവർക്ക് കുട്ട നെയ്യുവാനുള്ള ബാഗുകൾ നെയ്യുവാനുള്ള ലോൺ കൊടുത്തു. ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് ഈ ലോൺ മുഴുവൻ തിരിച്ചടച്ചാൽ കൂടുതൽ കാശ് ഇവർക്ക് നൽകാം എന്നുള്ള ഓഫറോട് കൂടിയാണ് അദ്ദേഹം ഈ ലോണ് അവർക്ക് നൽകിയത്. എന്നിട്ട് അദ്ദേഹം ഈ ലോണും അതിൻ്റെ തിരിച്ചടവും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയുമൊക്കെ പഠന വിഷയമാക്കി. അന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് സ്ത്രീകൾക്ക് ലോൺ കൊടുക്കുക എന്ന് പറയുന്നത് സുരക്ഷിതമായൊരു ഏർപ്പാടാണ്. ഒന്നാമത്തെ കാര്യം, സ്ത്രീകൾ കൃത്യമായി ഈ ലോൺ അടയ്ക്കുന്നതിൽ താല്പര്യം കാണിക്കും. അതിലുപരി അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ലോൺ അടച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാശ് സമ്പാദിക്കുകയും അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം അവരുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കൃത്യമായി അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. പുരുഷന്മാരൊക്കെ ജോലി ചെയ്ത് ലാഭം കിട്ടിയാൽ, പ്രത്യേകിച്ച് അന്നത്തെ ബംഗ്ലാദേശി സാഹചര്യത്തിൽ കിട്ടുന്ന ലാഭത്തിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ തന്നെ ഭൂരിഭാഗവും മദ്യപിക്കാനും ചീട്ട് കളിക്കാനും ഒക്കെ ചിലവാക്കി കഴിയുമ്പോൾ ഈ സ്ത്രീകൾ ഇത്തരം പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാതെ അവർക്ക് കിട്ടുന്ന കാശ് കൃത്യമായി സൂക്ഷിച്ചു വെച്ച് അടുത്ത പടിയിലേക്ക് കടക്കുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ ലോൺ എടുത്ത് കൂടുതൽ മികച്ച ജോലികൾ അല്ലെങ്കിൽ മികച്ച ബിസിനസ് ചെയ്യുന്നതിനുള്ള ഇച്ഛാശക്തി ഉള്ളവരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കുകയും അതൊരു ജില്ല മുഴുവനുള്ള സ്ത്രീകളെ സെലക്ട് ചെയ്ത് ആ സ്ത്രീകൾക്ക് മുഴുവനായിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ഗ്രൂപ്പുകളുടെ പേരിലും ലോണുകൾ കൊടുക്കുകയും അവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും നല്ല ലാഭം ഉണ്ടാക്കാവുന്നതും നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്നതുമായിട്ടുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കി നൽകുകയും ചെയ്തു. സ്ത്രീകൾ കൃത്യമായി ഇത്തരം ലോണുകൾ സ്വീകരിച്ച് ഈ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യുകയും ആ പ്രോജക്റ്റുകളിലൂടെ മികച്ച ലാഭം നേടുകയും അവരുടെ കുടുംബങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്തു. 1994 ആകുമ്പോഴേക്കും 11 വർഷം കൊണ്ട് ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമായിരുന്നു. ബംഗ്ലാദേശിൻ്റെ ദാരിദ്ര്യത്തിനെ 50% കുറച്ചു കൊണ്ടുവരാൻ, പോവർട്ടി റേറ്റ് 80% നിന്നും 50% കുറച്ചു കൊണ്ടുവരാൻ കാരണമായത് ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഏകദേശം 34 ബില്യൺ US ഡോളറാണ് അവർ ഈ 11 വർഷം കൊണ്ട് ബംഗ്ലാദേശി സ്ത്രീകൾക്കായിട്ട് ലോണായിട്ട് നൽകിയത്. 20 ലക്ഷത്തോളം സ്ത്രീകളാണ് ഈ മൈക്രോ ഫിനാൻസ് പദ്ധതി പ്രകാരം കാശ് സ്വീകരിച്ച് പുതിയ പുതിയ പ്രോജക്റ്റുകളും ബിസിനസ്സുകളും ഒക്കെ നടത്തി ലാഭമുണ്ടാക്കി അവരുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ലായി തീർന്നത്. മൈക്രോ ഫിനാൻസിലൂടെ വളർന്ന ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക ഭദ്രതയെ അരക്കിട്ടുറപ്പിച്ചത് ഗാർമെൻറ്റ്സ് യൂണിറ്റുകളാണ്. ഇന്ന് ചൈന കഴിഞ്ഞാൽ ലോകത്തെ 2ാം സ്ഥാനമാണ് ബംഗ്ലാദേശിൻ്റെ ഗാർമെൻറ്റ്സ് ബിസിനസ്സിനുള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ റെഡിമെയ്ഡുകൾ, ഗാർമെൻറ്റ്സുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ന് ബംഗ്ലാദേശ്. അവരുടെ GDPയിൽ ഇത്രയും വലിയ വളർച്ച ഉണ്ടാക്കി കൊടുക്കുന്നതും ഗാർമെൻറ്റ്സുകളാണ്. അവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ധാരാളം പേര് ഇന്ന് ഗാർമെൻറ്റ്സ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. 10,000-കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന വലിയ വലിയ ഗാർമെൻറ്റ്സ് ഫാക്ടറികൾ ഇന്ന് ബംഗ്ലാദേശിലെ പല ഭാഗത്തുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിദേശത്ത് അത്യധ്വാനം ചെയ്ത് നാട്ടിലേക്ക് കാശയക്കുന്ന തൊഴിലാളികളിലൂടെയും
മൈക്രോ ഫിനാൻസ് പദ്ധതിയിലൂടെ ചെറുകിട വ്യവസായങ്ങളിലൂടെ വളർന്ന് വലുതായ സ്ത്രീകളിലൂടെയും ലോകത്തെ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന ഗാർമെൻറ്റ്സ് ബിസിനസ്സിലൂടെയൊക്കെ ബംഗ്ലാദേശ് വളർന്നു വലുതായി ലോകത്തിലെ 37ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു. ബംഗ്ലാദേശിൻ്റെ ഈ വളർച്ചയെക്കുറിച്ച് പഠിക്കേണ്ടതും പാഠമാക്കേണ്ടതും ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. സ്വാഭാവികമായിട്ട് ബംഗ്ലാദേശ് ഇങ്ങനെയൊക്കെ വളരുന്നു എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ അത് വായിച്ച് കണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെയാണ് വളരുന്നത് എന്ന് അന്വേഷിക്കാനുള്ള ഒരു സ്വാഭാവിക ത്വര നമുക്കെല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഒരു ജസ്റ്റ് ഇന്ത്യയുടെ GDP എത്രയാണ്, ബംഗ്ലാദേശിൻ്റെ GDP എത്രയാണെന്നൊക്കെ നോക്കി 2020-21 കാലഘട്ടത്തിലെ GDPയും പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത് അത്ര ഒരു സന്തോഷം നൽകിയ കാര്യമായിരുന്നില്ല. കാര്യം 2021 ആ കാലഘട്ടത്തിലെ GDPയിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ബംഗ്ലാദേശിൻ്റേത് $2000 മുകളിലും ഇന്ത്യയുടേത് $1900 മുകളിലുമായിരുന്നു. ബംഗ്ലാദേശിനേക്കാളും താഴെയായിരുന്നു 2021 നമ്മുടെ അവസ്ഥ. 2022 നമ്മളത് തരണം ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ബംഗ്ലാദേശ് ലോകബാങ്ക് ഒക്കെ പറയുന്നത് ബംഗ്ലാദേശ് സിംഗപ്പൂരിനെ പോലെയും മലേഷ്യയെ പോലെയും വളർന്ന് അല്ലെങ്കിൽ ആ ഒരു സൗകര്യങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരൊരു അപ്പർ മിഡിൽ ക്ലാസ് കൺട്രി ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. 2030 ഒക്കെ ആകുമ്പോൾ ഈ കണക്കിന് പോവുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്നുള്ള മലയാളികൾക്കും തൊഴിൽ അന്വേഷിച്ച് ബംഗ്ലാദേശിലേക്ക് പോകേണ്ട ഒരു സൗകര്യമുണ്ടാകും എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇനിയും ബംഗ്ലാദേശിനെ കണ്ടു പഠിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വളരാൻ അവസരമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയ വീടുകളുണ്ട്, ഒരുപാട് കാശുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് ഫോറിൻ ഉൾപ്പെടെ ഒരുപാട് വണ്ടികളുണ്ട്, ഹൈവേകളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷെ നമ്മുടെ വളർച്ചയുടെ നിരക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ അധ്വാനശേഷി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ രീതി ഇതൊക്കെ ഒന്നും കൂടിയൊക്കെ പരിഷ്കരിക്കപ്പെടേണ്ടതല്ലേ എന്നൊരു ചിന്തയുണ്ട്. ബംഗ്ലാദേശിലേക്ക് തൊഴിൽ തേടി പോകുന്നത് മോശം കാര്യമൊന്നുമല്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത ഒരു രാജ്യമല്ലേ. അവരുടെ വളർച്ചയിൽ നമുക്കും പങ്കുണ്ടെന്ന് അഭിമാനിക്കാം.